ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എൻ്റെ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും, ഷെയർ ചെയ്യാനും, കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്നത്തെയും പോലെ തന്നെ നമ്മൾ പ്രഭാതത്തെ തൊട്ടിട്ടാണ് കേട്ടോ ഇന്ന് ഫസ്റ്റ് തുടക്കം. അങ്ങനെ രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ മുറ്റടിക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. മോള് മദ്രസയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിതാ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കാണ് ഇന്ന് പൊട്ടും. പിന്നെ തലേത്തെ ദിവസം ഉണ്ടായിരുന്നു നല്ല കുമ്പളങ്ങ തേങ്ങ അരച്ച് കറിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പുതിയ ചാനൽ പേരെല്ലാവർക്കും അറിയാലോ, മുൻഷി കിച്ചണാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. അപ്പോൾ ഇതാ അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിലും കഴിച്ച ശേഷം ഞാൻ കുക്കറിലാണ് കേട്ടോ ചോറെല്ലാം ഉണ്ടാക്കിയിട്ട് എടുക്കല്. അപ്പോൾ ഇതാ കുക്കറിൽ ചോറ് ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ടൈമിലാണ് ഞാനിപ്പോൾ ഇതാ പുട്ട് കഴിക്കുന്നത്. പുട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമില്ലെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് പുട്ട് എന്ന് വെച്ചാൽ പണ്ടൊന്നും ഒരു ഇഷ്ടമല്ലാത്തൊരു സാധനം എന്നിട്ട് പുട്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു പുട്ടിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേകിച്ചിട്ട് അറിയാലോ. അപ്പോൾ അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവിടെയൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ഇതാ മീൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ അയിലാണ് കേട്ടോ വാങ്ങിച്ചിന്. അതിൽ വാങ്ങിച്ചിട്ട് മൊത്തം ഒന്ന് കട്ട് ചെയ്തിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ ആദ്യം ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പൊരിച്ചെടുക്കുന്ന മസാല എന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല കേട്ടോ, വെളുത്തുള്ളി, ഉപ്പ്, കറിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് ഒന്നൊന്ന് പെറുക്കിയിട്ടൊന്ന് പൊരിച്ചെടുക്കാൻ കേട്ടോ ചെയ്യാറ്. ഓയിൽ പിന്നെ കറി വെക്കുകയാണ് കേട്ടോ. ഞാൻ അയിലക്കറി വെക്കുകയെന്ന് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല, എങ്കിലും ഇതാ ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. മസാലകളൊക്കെ ഇതാ ഇട്ടിട്ട് അതിനാവശ്യത്തിന് ഉപ്പ്, പുളിയില്ലേ, പുളി വെള്ളം ആക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പിന്നെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യം ഉലുവ ഒന്ന് പൊട്ടിച്ചെടുക്കുക, കടുകിട്ടിട്ട് അതിനുശേഷം കറിവേപ്പില, വെളുത്തുള്ളി ഇട്ടിട്ട് ഒന്ന് നല്ല വഴറ്റിയിട്ടാകുമ്പോൾ സവാള ഇടുക. അതിന് ശേഷം അതിലേക്ക് തക്കാളി 2 ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മുടെ പുളിവെള്ളം പിഴിഞ്ഞ് കൊടുത്തിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ കറി ഉണ്ടാക്കിയിട്ട് എടുക്കാറ്. ഇനി അത് പതപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാനിത് മഞ്ഞൾപ്പൊടിയും ജീരകമാണ് കേട്ടോ ഇവിടെ പതപ്പിച്ചെടുക്കുന്നുണ്ട്. ചൂടുവെള്ളത്തിന് പകരം കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം എൻ്റെ സൗണ്ട് ഇപ്പം കുറച്ചായിട്ടോ, 2 മാസം കഴിഞ്ഞിട്ടോ നല്ല ചുമയായിരുന്നു. ഇതൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ പറഞ്ഞ ഒരു ഐഡിയ ആണ് കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. പക്ഷേ നല്ല കുറവുണ്ട് കേട്ടോ. അവർ പറഞ്ഞ ഐഡിയ നല്ല കുറവുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ തുണികളൊക്കെ ആറ്റാൻ വേണ്ടിയിട്ട് ഇട്ടിട്ട് അലക്കിയെടുത്തതിന് ശേഷം ഇന്ന് വെയിൽ കുറച്ചൊന്ന് കുറവായിരുന്നു. അപ്പോൾ തുണി ഒന്ന് ആറ്റിയിടാൻ വിചാരിച്ചു. അങ്ങനെ തുണി ആറ്റിയിടാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആറ്റി അതിന് ശേഷം ഞാൻ ബാസ്ക്കറ്റിലിട്ടിട്ട് ഇനി എല്ലാം ഓരോന്നായിട്ട് ഇനി ഒന്ന് എടുത്തിട്ട് അതിലിടണം കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കട്ടെ. എൻ്റെ കുളിയൊക്കെ ഇതാ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ന് ഇട്ട ഡ്രസ്സാണ് ഇട്ടത്. അപ്പോൾ ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ വരിക. അപ്പോൾ വേഗം തന്നെ കുളിച്ച് 2-3 മണിയാകുമ്പോഴത്തേക്ക് കുളിച്ച് അതിന് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് അയിലക്കറി ഉണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അയില ഫ്രൈ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ രാവിലെ ഉണ്ടാക്കി കറിയില്ലേ, തലേന്നത്തെ ദിവസം ഉണ്ടാക്കിയ നമ്മുടെ കുമ്പളങ്ങ, പച്ചക്കുമ്പളങ്ങ തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ അതുണ്ട് കേട്ടോ. പിന്നെ മോള് ആ ഒരു ടൈമിലാണ് സ്കൂളിൽ നിന്ന് വന്നപ്പാടന്നെ ഓള് മേലും തലയിലും കുളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൾ അതൊക്കെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ വൈകുന്നേരം ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ചായക്ക് കടിയൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, കാരണം ബേക്കറി ഐറ്റംസ് ഉണ്ട് കേട്ടോ.
അങ്ങനെ നമ്മൾ ചായയെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. മധുരമൊക്കെ ഇട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് ചായയൊക്കെ കുടിച്ച് അങ്ങനെ അടിപൊളിയായിട്ട് കേട്ടോ. പിന്നെ ഇതാ എൻ്റെ വീട്ടിലിതാ വന്നതാണ് കേട്ടോ. നോക്കിയിട്ട് ഒരു പക്ഷിയില്ല, ഞാൻ ജനലോർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജനലോർന്നിട്ടപ്പോൾ ഞാൻ പുറത്ത് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ പക്ഷി ഇങ്ങനെ പാറി കറിക്കും. ഞാൻ ചിലന്താ സൗണ്ട് വെക്കുന്നു വിചാരിച്ചിട്ട് നോക്കിയതാണ് കേട്ടോ. നോക്കുമ്പോഴത്തേക്ക് നോക്കിയിട്ട് അത് ഒട്ടാകെ ഇങ്ങനെ പാറി കളിക്കുന്നു. ഒരു വിധത്തിൽ അത് താലോട്ടേക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ജനൽ എനിക്ക് മൊത്തം അത് തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇത് പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അങ്ങനെ ഒരു വിധം ഞാൻ കുറേ ചൊല്ലി വരച്ച് ഇങ്ങനെ ഇട്ട് അത് പുറത്തിറങ്ങിട്ടോ. ചെറിയ എന്ന് പറയാ തേൻ കുടിക്കുന്ന പക്ഷിയില്ല, അതാണ് ഇട്ടത്. പക്ഷി നീ ഒന്ന് കീഴിൽ പോ പക്ഷി. അങ്ങനെ അതെന്നെ കുറേ വട്ടം ചുറ്റിച്ചതിന് ശേഷം അത് ഇറങ്ങിപ്പോയിട്ടാ. പിന്നെ അതാ വൈകുന്നേരം വേണ്ടിയിട്ട് പോയി ഇന്ന് ബേക്കറി ഐറ്റംസ് മുറുക്കുണ്ട്, പിന്നെ കാജി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ കുഞ്ഞിക്കാജ എന്ന് പറയാം നമ്മളിവിടെ കണ്ണൂരിൽ. നിങ്ങൾ അവിടെ എന്നാ പറയുന്നത് കമൻറ്റ് ചെയ്യണേ. പിന്നെ അരിമുറുക്കുണ്ട്, പിന്നെ ബിസ്ക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ ചായ കുടിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇത്ര വരെയുള്ളൂ കേട്ടോ, ഈവനിങ് വരെയുള്ള ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല നല്ല വീഡിയോസും നല്ല നല്ല റെസിപ്പിയായിട്ടും വീണ്ടും ഞാൻ വരും. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.